കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 22-ാമത് വാക്യം. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഇല്ല. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയെ വിട്ട് ശിഷ്യന്മാരോടൊപ്പം പാർത്ത 3.5 വർഷ കാലഘട്ടം അത് വിട്ടിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്ത് പോകുന്ന വിഷയത്തെ പ്രതിയും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ പ്രതിയും ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. യേശു അവരെ വിട്ട് മാറുന്നത് അവരുടെ ഹൃദയത്തിനകത്ത് വളരെ ദുഃഖത്തെ കൊണ്ടുവന്നു, പ്രയാസത്തെ കൊണ്ടുവന്നു. അവർ പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരെല്ലാം ചിന്തിച്ചു, ഞങ്ങളെ വിട്ട് യേശു പോവുകയാണ്, ഇനി എന്താ ചെയ്യുക? കാര്യം യേശുവിനോടൊപ്പമുള്ള വാസം, ഒരുമിച്ചുള്ള ശുശ്രൂഷകൾ, ഒരുമിച്ചുള്ള നടത്തങ്ങൾ, പ്രവൃത്തികൾ, സംസാരങ്ങൾ ഒക്കെ അവർക്കതൊരു വലിയ അനുഗ്രഹമായിരുന്നു. പലപ്പോഴും ശിഷ്യന്മാരുടെ വാക്കുകൾക്കകത്ത് നിന്ന് യേശുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഞങ്ങൾക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം. യേശുവിൻ്റെ വചനങ്ങളും പ്രസംഗങ്ങളും ഉപമകളും അവരുടെ ആത്മീക ഭൗതിക ജീവിതത്തെ ഉയർത്തി എന്നുള്ളതും സത്യമല്ലേ? സ്തോത്രം. എന്നാൽ യേശു അവരെ വിട്ട് പിരിയുന്നത് അവർക്ക് താങ്ങുവാൻ കഴിയാത്തതിലും അധികം വേദനകൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖം ഉണ്ട്. സ്തോത്രം. ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും പിന്നെയും നിങ്ങളെ ഞാൻ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. എന്താ എൻ്റെ അർത്ഥം? നിങ്ങൾ സന്തോഷിക്കും. ഇന്നത്തെ ദുഃഖമൊക്കെ മാറും കേട്ടോ. സ്തോത്രം. ഇന്നത്തെ പ്രയാസങ്ങൾ നമ്മളെ വിട്ട് മാറും. ഇന്നത്തെ ക്ലേശങ്ങൾ നമ്മളെ വിട്ട് മാറും. ഇന്ന് നമ്മൾ കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖങ്ങളും നെടുവീർപ്പിലൊക്കെ ആയിരിക്കുമ്പോൾ ഇതൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കഷ്ടതയ്ക്കൊരു മാറ്റമില്ലേ, വേദനകൾക്കും പ്രയാസങ്ങൾക്കും ഞെരുക്കങ്ങൾക്കും ഒരു അറുതിയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ കൈമാറുകയാണ്. പ്രത്യേകിച്ച് ഈ ആണ്ടിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് വന്നു നിൽക്കുക. 2024 ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ വേദന തന്ന വർഷമായിരിക്കാം. ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ വെളിപ്പെട്ട വർഷമായിരിക്കാം. എന്നാൽ സ്തോത്രം, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ സന്തോഷിക്കുന്ന വർഷമായി, നിന്റെ ജീവിതത്തിലെ ആനന്ദത്തിൻ്റെ വർഷമായി, നഷ്ടപ്പെട്ടത് മടങ്ങി വരുന്ന വർഷമായി, നഷ്ടപ്പെട്ട ദൈവിക, ഭൗതിക, ആത്മീക നന്മകൾ, ബന്ധങ്ങൾ തിരികെ വരുന്ന വർഷമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഇപ്പോൾ നിങ്ങളുടെ ദുഃഖമുണ്ട് എങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശു പറയുന്നു, പിന്നെയും ഞാൻ നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. അതാരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം നൽകുന്ന സന്തോഷത്തെ, ദൈവം നൽകുന്ന ആനന്ദത്തെ, ദൈവം നൽകുന്ന നന്മകളെ, ദൈവം നൽകുന്ന വിടുതലുകളെ, ദൈവം നൽകുന്ന അവസരങ്ങളെ മനുഷ്യർക്കോ പിശാചിനോ ലോകത്തിനോ ശക്തികൾക്കോ ഒന്നും തടസ്സം ചെയ്യുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ദൈവകരങ്ങൾ ഏൽപ്പിക്കപ്പെടാം. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആ സന്തോഷം ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു കളയുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ആ സന്തോഷത്തെ പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അവിടെ ഞങ്ങളെ സഹായിച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട്, ശക്തീകരിച്ചാട്ട്, ആത്മീക ഭൗതിക നന്മകൾ നൽകി ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവിക വിശ്വസ്തതകൾക്കായി സ്തോത്രം. സമസ്ത മേഖലകളുടെ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. വിടുതലോടെ കാക്കുന്ന നന്മകളെ കൊണ്ട് നിറയ്ക്കും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.